അവരെയും ആദ്യമായിട്ട് കാണുകയാണ് നമ്മുടെ മൂസ ഹാജി. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സാറിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇതിനിടെ കേൾക്കേണ്ടതായി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ സംസാരിച്ച എല്ലാവരും വളരെ പ്രഗത്ഭരാണ്, ഒരു തുടക്കക്കാരാണ് എന്നൊന്നും സംസാരത്തിൽ നിന്ന് തോന്നുന്നില്ല. അപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഒരു ചെറിയൊരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു പഠനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. അപ്പോൾ ഞാനിവിടെ വരാൻ കാരണം ഒരു പ്രസംഗം പഠിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ ഫൈസൽ സാറിനെ ഒരുപാട് വർഷത്തിന് ശേഷം വീണ്ടും കാണാനും, അതുപോലെ തന്നെ ഫൈസൽ സാറ് സ്വന്തം പ്രയത്നത്താൽ എല്ലാവർക്കും പ്രത്യേക മേഖലയാണ് അദ്ദേഹത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വന്തമായി ഒരു ബിൽഡിംഗ് ഉയർത്തുകയും മനോഹരമായ ഒരു ക്ലാസ് മുറി എന്ന് പറയാം. പണ്ട് വളാഞ്ചേരിയിലൊക്കെ പോയിരുന്നു, അന്ന് ബാത്റൂമിൽ പോലും വെളിച്ചമില്ലായിരുന്നു, ബൾബ് വരെ ഇല്ലാത്ത ഒരു അവസ്ഥയായിട്ട് അതിൽ നിന്നൊക്കെ മാറി വളരെ ഹൈടെക്കായ ഒരു ക്ലാസ് മുറി. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി കൂടിയാണ് വന്നത്. അപ്പോൾ എന്നെ പരിചയപ്പെടുത്താൻ എൻ്റെ പേര് ബഷീർ എന്നാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് വീട്, ക്യാമ്പസിനോട് അടുത്താണ്. എൻ്റെ സ്ഥാപനവും ക്യാമ്പസിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ വരുന്നതൊക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസാണ്. നമ്മളൊക്കെ കൂടുതൽ കസ്റ്റമേഴ്സൊക്കെ വരുന്നത് എമമെൻറ്റോസ്, അതുപോലെ ഫ്ലെക്സ് പ്രിൻറ്റിങ്. ഞാൻ ഏകദേശം ഒരു 30 വർഷം മുമ്പ് തന്നെ എൻ്റെ മേഖല ആർട്ടിസ്റ്റ് മേഖലയാണ്. ചെറുപ്പത്തിലെ എൻ്റെ ടാലൻറ്റ് കൂടിയായിരുന്നു ആർട്ടിസ്റ്റ്, ചിത്രം വരയ്ക്കുക. അതുപോലെ തന്നെ അറബിക് കാലിഗ്രാഫറാണ്. അറബിക്ക് ഒട്ടുമിക്ക ശൈലികളൊക്കെ നന്നായിട്ട് എഴുതും. അതും ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നത്താൽ, പ്രത്യേകിച്ച് ഇവിടുന്ന് അറബിക്കൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഗൾഫിലൊക്കെ പോയി, ഒമാനിൽ പോയി അവിടെ ഒരു പട്ടാള ക്യാമ്പിൽ ജോലി കിട്ടുകയും ഏകദേശം ഒരു 5 വർഷം കൊണ്ട് ഒരു അറബിക്കിൻ്റെ എല്ലാ മേഖലയും തൊട്ടുകൊണ്ട് അതിൽ നിന്നൊരു ജോലിയോടൊപ്പം പഠിച്ചെടുത്ത ഒരാളാണ്. അപ്പോൾ എൻ്റെ ഒരു ജോലി വളരെ സന്തോഷത്തോടെ എനിക്ക് ചെയ്യാൻ പറ്റുന്നു. അത് അന്ന് അറബികൾക്കൊക്കെ വളരെ ചെറിയ എഴുത്തൊക്കെ ഞാൻ ഒരു ചാർട്ട് പോലെ എഴുതിക്കൊള്ളും. അപ്പോൾ അറബികൾക്കൊക്കെ വലിയ അത്ഭുതമായിരുന്നു. എന്നോട് ചോദിക്കും, ഇതൊക്കെ എവിടുന്നാണ് പഠിച്ചത്, നമുക്കിതൊന്നും എഴുതാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ വലിയ ആശ്ചര്യത്തോടെയാണ് അവരൊക്കെ അത് നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ യേശുദാസിനൊക്കെ പാടുമ്പോൾ അദ്ദേഹത്തിന് ജോലിയുടെ കൂടെ അദ്ദേഹത്തിന് അത് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക എന്നത് ഏതൊരു തൊഴിലിലും അത് വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെ ഫൈസൽ സാറും അത് തന്നെയാണ് ചെയ്യുന്നത്, എനിക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും നേരം, പണ്ടൊക്കെ ഒരു വാട്സപ്പിൽ ഒരു വോയിസ് ഇടാൻ വരെ മടിയായിരുന്ന ആ സമയത്ത് നമ്മുടെ ഫൈസൽ സാറിൻ്റെ ഗ്രൂപ്പിൽ ചേർന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കാനും ഒരു മുട്ടുവിറക്കാതെ, ഇതിനു മുമ്പ് നമ്മൾ സുഹൃത്ത് പറഞ്ഞ പോലെ ഏതൊരു ആളുകൾക്കും വലിയ പേടി എന്ന് പറയുന്നത് ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അഭിമുഖീകരിക്കുക എന്നത് വലിയ വിഷമമുള്ള കാര്യമാണ്. അക്കാഡമിക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു സ്റ്റേജിനെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ 4 ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് സംസാരിക്കുക എന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഞാനിവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമേരിക്കയിലേക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു കൂട്ടം ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പല ആളുകളും അമേരിക്കയിലേക്ക് കല്യാണം കഴിക്കാതെ ഇരിക്കുന്നുണ്ട് എന്ന് ഇപ്പോൾ ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.